Success is a walk from failure to failure with no loss of enthusiasm. വിൻസ്റ്റൺ ചർച്ചിൽ. ലോകത്ത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമുള്ള 8 ശീലങ്ങൾ അഥവാ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇവയിൽ 4-ൽ കൂടുതൽ ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ബുദ്ധിരാക്ഷസൻ തന്നെയാണ്. വരൂ കൂട്ടുകാരെ, നമുക്ക് പരിചയപ്പെടാം ബുദ്ധിരാക്ഷസന്മാരുടെ 8 ശീലങ്ങൾ അഥവാ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. നമസ്കാരം, സ്മാർട്ട് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് വിക്കി. ലെറ്റ്സ് ഗെറ്റ് സ്മാർട്ടർ. ഹാബിറ്റ് നമ്പർ 8, ചോക്ലേറ്റ് ലവർ. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ? അല്ല, ആർക്കാണ് ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തതല്ലേ? എനിക്കും ഇഷ്ടമാണ്. എന്നാൽ എൻ്റെ ചോദ്യം അതല്ല. ചോക്ലേറ്റ് നിങ്ങളുടെ ഫേവററ്റ് സ്വീറ്റ് ആണോ എന്നതാണ് എൻ്റെ ചോദ്യം. ചോക്ലേറ്റ് നിങ്ങളുടെ ഫേവററ്റ് സ്വീറ്റ് ആണെങ്കിൽ ശാസ്ത്രജ്ഞരുടെ കണ്ണിൽ നിങ്ങൾ ഹൈലി ഇന്റലിജന്റ് ബീങ്സ് ആണ്. ബേസിക്കലി ചോക്ലേറ്റ് ഒരു മൂഡ് ബൂസ്റ്റർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ലവേഴ്സിന് ചോക്ലേറ്റ് ഗിഫ്റ്റായി നൽകുന്നത്. ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ പോലുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിലൂടെ തലച്ചോറിലെ ന്യൂറോണുകളെ ഉത്തേജിപ്പിച്ച് ന്യൂറോണുകൾ മരിച്ചു പോകുന്നത് തടയുന്നു. അങ്ങനെ നിങ്ങളുടെ തലച്ചോറ് യങ് ആയി നിലനിൽക്കുന്നു. ഇതൊക്കെ എന്തിനാണോ താൻ ഇവിടെ പറയുന്നത്? അല്ല, സംഭവം സിമ്പിളാണ്. നാച്ചുറലായി നിങ്ങൾക്ക് ചോക്ലേറ്റ് തിന്നാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളൊരു ഹൈലി ഇവോൾവ്ഡ് ജീനോമാണ്. നമ്പർ 7, they search for answers. ചില കൊച്ചു കുട്ടികളെ കണ്ടിട്ടില്ലേ? ഒരു കളിപ്പാട്ടം കയ്യിൽ നൽകിയാൽ അവരത് പാർട്സായി നമ്മുടെ കയ്യിൽ തിരിച്ചു തരും. നിങ്ങൾ അവരെ ചീത്തക്കുട്ടി എന്ന് വിളിക്കുകയും ചെയ്യും. എന്നാൽ ശാസ്ത്രലോകം പറയുന്നു ഇവർ ഹൈലി ഇന്റലിജന്റ് ആണെന്ന്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില കുട്ടികൾ ക്ലാസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ വളരെ സില്ലി ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം, എന്നാലും അവർ അത് ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലും ഇങ്ങനെ ചിലരുണ്ടാവും. അതെന്തുകൊണ്ടാ അങ്ങനെയായേ? ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അതെന്താ അങ്ങനെ ഇരിക്കുന്നേ? എന്നൊക്കെയുള്ള അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ. എന്നാലോ ചില നേരത്ത് നമ്മുടെ വായടപ്പിക്കുന്ന ചോദ്യങ്ങളും അവർ ചോദിക്കാറുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞില്ലെങ്കിൽ ഒരു പ്രത്യേക വീർപ്പുമുട്ടലാണ്. എല്ലാ കാര്യത്തിന്റെയും ലോജിക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേകതരം പ്രവണത. ഇവരോട് നിങ്ങൾ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ചോദിച്ചാൽ ആദ്യം അവർ കുറെ ചോദ്യങ്ങളായിരിക്കും നിരത്തുക. അതിലൂടെ പ്രശ്നങ്ങളുടെ 2 വശത്തു നിന്ന് ചിന്തിച്ച് ആലോചിച്ച് മറുപടി തരും. അതിനാൽ ഇവരൊരു ഗുഡ് ലിസണേഴ്സ് കൂടിയാണ്. ഹാബിറ്റ് നമ്പർ 6, they trust. കണ്ട മാത്രമേ മറ്റുള്ളവരെ വിശ്വസിക്കും. ഒരാളെ കാണുമ്പോൾ അവരുമായി 2 വാക്ക് സംസാരിക്കുമ്പോൾ അവർ നല്ലവനാണോ അതോ കള്ളനാണോ എന്ന് ഇവർക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ ഇവർക്ക് ഫ്രണ്ട്സ് പൊതുവെ കുറവായിരിക്കും. ഇതിനർത്ഥം ഇവർക്ക് ഫ്രണ്ട്സ് ഇല്ലെന്നല്ല. ഉറപ്പായും ഇവർക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, പക്ഷേ വളരെ കുറച്ച്. എന്നാലോ ഉള്ളവർ വളരെ നല്ലവരായിരിക്കും. എങ്ങനെയാണോ ഒരു അരിപ്പ ചായയിൽ നിന്നും ചായക്കൊത്തിനെ വേർതിരിക്കുന്നത്, അതുപോലെ ഇവർ നല്ല സുഹൃത്തുക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഹാബിറ്റ് നമ്പർ 5, they always do smart work. ഇവർ പൊതുവെ അലസന്മാരായിരിക്കും. എന്നാൽ അലസന്മാരാണ് ഈ ലോകം കീഴടക്കിയിട്ടുള്ളത്. വിശ്വാസം വരുന്നില്ലല്ലേ? നിങ്ങളൊന്ന് ചുറ്റും നോക്കിയേ. ഉദാഹരണത്തിന്, കിണറ്റിൽ നിന്നും നേരെ വെള്ളം കോരാൻ ബുദ്ധിമുട്ടും മടിയും കൊണ്ടാണ് നമ്മൾ കപ്പി കണ്ടുപിടിച്ചത്. അതുപോലെ ബോൾ പോയിന്റ് പെന്ന് തൊട്ട് പാന്റിന്റെ സിബ് വരെയും എയ്റോപ്ലെയിൻ തൊട്ട് കാറിന്റെ വീല് വരെയും എല്ലാം ഒരു മടിയന്റെ സൃഷ്ടിയാണ്. റാദർ ഒരു സ്മാർട്ട് വർക്കറിന്റെ സൃഷ്ടിയാണ്. ഇവർ അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെ ശാസ്ത്രലോകം 80-20 പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന എന്തു കാര്യത്തിന്റെ 80% റിസൾട്ട് വരുന്നത് 20% എഫേർട്ടിൽ നിന്നാണ്. ഇത് ജീവിതത്തിൽ എല്ലായിടത്തും പ്രതിഫലിച്ച് കാണാൻ സാധിക്കും. 80% സന്തോഷം നമുക്ക് കിട്ടുന്നത് 20% ആൾക്കാരിൽ നിന്നാണ്. 80% ദുഃഖത്തിന് കാരണം 20% പ്രശ്നങ്ങളാണ്. 80% ചോദ്യങ്ങളും 20% ടോപ്പിക്കിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു സ്മാർട്ടായ കുട്ടി എന്തു ചെയ്യും? ആ 20% ടോപ്പിക് പഠിക്കും. ആ 20% ടോപ്പിക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊരാൾ എന്നോട് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞ 5 മുതൽ 10 വർഷം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്താൽ ആ 20% ടോപ്പിക് തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. ബുദ്ധിരാക്ഷസന്മാർ എപ്പോഴും ആ 20% കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ബാക്കി 80% അവർ തൊടുക പോലുമില്ല. കാരണം അവർക്കറിയാം ലെസ് മീൻസ് മോർ എന്ന്. അതായത് കയ്യിലുള്ള വസ്തു
ഉത്തരത്തിലുള്ള വസ്തുവിനേക്കാൾ 10 മടങ്ങ് വലുതാണ്. ഹാബിറ്റ് നമ്പർ 4, ദേ ടോക്ക് ടു ദംസെൽഫ്. കൺഫേമായും അവന് വട്ടാണെന്നാണ് നമ്മൾ സ്വന്തമായി സംസാരിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയാറുള്ളത്. എന്നാൽ അത് തെറ്റാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. എന്തു കാര്യം ചെയ്യുമ്പോഴും ഇവർ സ്വയം ഒരു കോടീശ്വരൻ പരിപാടിയിൽ ഏർപ്പെടും. കാരണം ഇവരുടെ ഉള്ളിൽ 2 വ്യക്തികളാണ് ഉള്ളത്. ഒന്ന് മനസ്സും 2 തലച്ചോറും. ഇവരെ 2 വ്യക്തികളായി ഇവർ കാണാറുണ്ട്. മനസ്സ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ തലച്ചോർ അതിലെ ലോജിക് അന്വേഷിക്കുന്നു. ഒടുവിൽ പരസ്പരം കലഹിച്ച് ഒരു ശരിയായ തീരുമാനം എടുക്കും ഇവർ. നിങ്ങളും ഇങ്ങനെയാണോ? എങ്കിൽ തീർച്ചയായും നിങ്ങളും ഒരു ബുദ്ധിരാക്ഷസൻ തന്നെയാണ്. ഹാബിറ്റ് നമ്പർ 3, ദേ തിങ്ക് മോർ. ഇവർ ചിന്തിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. ജീവിതത്തിൽ ഇവർ മുൻപ് നേരിട്ടിട്ടുള്ള പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസും പിന്നീട് ഇവരിരുന്ന് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. തെറ്റും ശരിയും മനസ്സിലാക്കി അടുത്ത തവണ പരമാവധി തിരുത്താൻ ശ്രമിക്കാറുണ്ട്. ഇക്കാലത്ത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവൾ ശരിയല്ല, അവൻ ശരിയല്ല എന്നൊക്കെ മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കാനാണ് മിക്കവരും ശ്രമിക്കാറ്. എന്നാൽ ഈ പ്രവണത ബുദ്ധിരാക്ഷസന്മാരിൽ കാണാറില്ല. അതിനാൽ ഇവർ വളരെ ഉയരങ്ങളിലെത്തും. ഇത് മാത്രമല്ല കേട്ടോ, ഇവർ വളരെയധികം ചിന്തിക്കുന്നവർ കൂടിയാണ്. ചിലപ്പോൾ ഉറങ്ങാൻ കിടന്നാൽ ചിന്തകൾ കാരണം ഇവർക്ക് ഉറക്കം പോലും കിട്ടാറില്ല. ഈ ചിന്തകളുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഇവർ ഒരു പെൺകുട്ടിയെ കണ്ടിഷ്ടത്തിലായി എന്ന് വിചാരിക്കൂ. ഒരക്ഷരം പോലും അവളോട് സംസാരിക്കാതെ തന്നെ ഇവർ ചിന്തകൾ കൊണ്ട് മനക്കോട്ടകൾ കെട്ടുന്നു. ആ കുട്ടിയുടെ റിയാക്ഷൻ തൊട്ട് വില്ലനായ മുറച്ചിറക്കനിൽ നിന്നും അവളെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കുന്നത് വരെ ആ ഒരു സെക്കൻഡിൽ അവർ ചിന്തിച്ചു കൂട്ടുന്നു. അതായത് തന്റെ ജീവിതം മുഴുവൻ മനസ്സിൽ തന്നെ അവർ ജീവിച്ചു തീർത്തു കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ മൈൻഡിൽ ഫുള്ള് നെഗറ്റീവ് സീൻസ് കയറി വന്ന് ഒരു വാക്ക് പോലും ഇവർക്ക് പറയാൻ സാധിക്കില്ല. ഇത് വെറും ഒരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. ഇതുപോലെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും ഇവരുടെ മുന്നിൽ കടന്നു വരാം. ഹാബിറ്റ് നമ്പർ 2, ദേ ലവ് ദം. അവൾ എന്നെക്കാളും സുന്ദരിയാണല്ലോ, അവൻ എന്നെക്കാളും സക്സസ്ഫുൾ ആണല്ലോ എന്നൊന്നും ഇവരുമായി ആരെയും കമ്പയർ ചെയ്യാറില്ല. അവർ എപ്പോഴും ഇന്നലത്തെ അവരുമായാണ് അവരെ കമ്പയർ ചെയ്യുന്നത്. കാരണം അവർക്കറിയാം അവർ വ്യത്യസ്തരാണ്. അവരുടെ എതിരാളി ഒരിക്കലും എതിരെ നിൽക്കുന്നവനല്ല, നേരെ മറിച്ച് സ്വയം തന്നെയാണ്. ഹാബിറ്റ് നമ്പർ 1, ദേ ലവ് ഇൻഫോർമേഷൻ. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ബുദ്ധിരാക്ഷസൻ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ എന്റർടൈൻമെന്റിനേക്കാൾ നിങ്ങൾ ഇൻഫോർമേഷന് വില നൽകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ 3 ഹാബിറ്റുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്കുണ്ട്. യു സെർച്ച് ഫോർ ആൻസേഴ്സ്, യു ആർ എ ഗുഡ് ലിസണർ, യു പ്രിഫർ ഇൻഫോർമേഷൻ മോർ ദാൻ എന്റർടൈൻമെന്റ്. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് ബുദ്ധിരാക്ഷസന്മാരുടെ 8 ഹാബിറ്റുകൾ. ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ ഹാബിറ്റ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയൂ. ന്യൂബീസിന് സബ്സ്ക്രൈബ് ബട്ടൺ റെഡിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമന്റും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്.